ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ അടുത്ത എപ്പിസോഡ് തുടങ്ങുകയാണ്. ഓക്കെ, ഇതിൽ നമുക്ക് ആദ്യം കുറച്ച് ഫുഡൊന്ന് കുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇതിലിങ്ങനെ വെച്ചിട്ട് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അതവിടെ വെക്കും. ഇനി ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കുക്കായിട്ട് ഇങ്ങനെ പോപ്പായി വരും. നമുക്ക് നോക്കാം. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. നമുക്ക് കഴിക്കാം. കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് നമുക്ക് നാളെ അടുത്ത പരിപാടി തുടങ്ങാം. ഓക്കെ, ഇന്ന് നമ്മളൊരു കോബിൾ സ്റ്റോൺ ജനറേറ്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഇത് ഡീപ് ലൈറ്റ് എടുത്തിട്ട് കുറച്ച് ഇങ്ങനെ അതിൻ്റെ ഒരു സെറ്റപ്പ് ആക്കട്ടെ. ഇങ്ങനെ കുറേ വെക്കാം. എന്നിട്ട് ഇവിടെ ഡേട്ട് തന്നെ വെക്കാം. ഇതും കൂടി. എന്നിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടം വരെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും കൂടി ഡീപ് ലൈറ്റ് വെക്കാം. ഇവിടെയും അവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, അടുത്ത ഇവിടെ, ഇനി ഇപ്പുറത്ത് ഇവിടെയും കൂടി വെക്കുക. ഇനി ഇവിടെയാണ് കോബിൾ സ്റ്റോൺ ഉണ്ടാവേണ്ടത്. അപ്പുറത്തെ ലാവ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇവിടെ കോബിൾ സ്റ്റോൺ ജനറേറ്റ് ആവും. ഓക്കെ, ഇത് പൊട്ടിക്കുക. ഇവിടെ നിന്നിട്ടാണ് നമുക്ക് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതും കൂടി പൊട്ടിച്ച് കളയാം. അവിടെ നമുക്ക് തൽക്കാലം ഒരു വുഡൻ ബ്ലോക്ക് വെക്കാം. പ്ലാങ്ക് ഇരിക്കട്ടെ. ഓക്കെ, ഇനി ഇവിടെ ഒരു ഡേർട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ട്രാപ്പ് ഡോർ, ഡേർട്ട് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അവിടെ ലാവ ഒഴിക്കണം. ലാവ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ലാവ ഇവിടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ കോബിൾ സ്റ്റോൺ ജനറേറ്റ് ആവും. തീയൊക്കെ കത്തുന്നുണ്ട്, കുഴപ്പമില്ല. അതങ്ങനെ കത്തിപ്പോയില്ല. ട്രാപ്പ് ഡോർ ലാവയിലും തീയിലൊന്നും കത്തൂല, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ പ്ലാങ്ക് ചിലപ്പോൾ കത്താൻ സാധ്യതയുണ്ട്. ഇതിങ്ങനെ കോബിൾ സ്റ്റോൺ ഇങ്ങനെ ജനറേറ്റ് ആയിക്കൊണ്ട് ഇതിങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ എടുത്താൽ മതി. ഓക്കെ, നൈസ് അല്ലേ? ആക്ച്വലി ഈ കുഴിയിൽ നിന്നിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പം ഈ തീയൊക്കെ കത്തുന്നതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ സാധനം, ഈ പ്ലാങ്ക് ഇവിടുന്ന് മാറ്റേണ്ടി വരും. ഇതിൻ്റെ മുകളിലും കൂടി ഒരു ട്രാപ്പ് ഡോർ. അപ്പോൾ കോബിൾ സ്റ്റോൺ പൊട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകില്ല. ഓക്കെ, ഞാൻ ഇവിടെയും കൂടി ഒരു ട്രാപ്പ് ഡോർ വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ തീ അധികം കത്തൂല, അതുകൊണ്ട് ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കാം. ഇങ്ങനെ കുറേ പൊട്ടിച്ചെടുത്ത് നമുക്ക് ഒരു സാധനം ഉണ്ടാക്കാനുണ്ട്. ഓക്കെ, അങ്ങനെ കുറേ കോബിൾ സ്റ്റോണെല്ലാം പൊട്ടിച്ച് വന്ന് ഇനി ഒരു മോബ് ഫാം ഉണ്ടാക്കാൻ പോവാണ്. ഇത് ഇവിടുത്തെ ഒന്ന് ലെവൽ ചെയ്യട്ടെ, മൊത്തം വെട്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പോയിട്ടൊരു പെട്ടിയും ഒക്കെ എടുത്തിട്ട്, ഓക്കെ, ചെസ്റ്റ് എടുത്തിട്ടുണ്ട്. 2 ചെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ 4 ഹോപ്പർ വെക്കണം. ഹോപ്പർ അവിടെ അവിടെ ഇങ്ങനെ ക്രൗച്ച് ചെയ്തിട്ട് 1, ഇനി അതിലേക്ക് ഒരെണ്ണം, ഇനി ഇപ്പുറത്തുനിന്ന് ഒരെണ്ണം, ഇവിടെയും കൂടി 1. ഓക്കെ, റൈറ്റ്. ഇനി ഇവിടെ ഫുള്ള് ഓക്കെ, ഇവിടെ സ്ലാബ് വെക്കണം. ഇതിൻ്റെ മുകളിൽ ബോട്ടം സ്ലാബ് താഴെ. ഓക്കെ, യെസ്, 4 സ്ലാബ്. ഓക്കെ, അത് റെഡിയായി. ഇനി ഇവിടെ ഇങ്ങനെ ഫുള്ള് ബോർഡർ വെച്ചിട്ട് മേലോട്ട് പൊക്കണം. ഓക്കെ, അതും ആയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഇവിടുന്ന് ക്ലോസ് ചെയ്യാം. ഇവിടെ നിന്നിട്ടാണ് നമുക്ക് മോബ്സിനെ കൊല്ലേണ്ടത്. ഓക്കെ, ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് പോവാം. 20 ബ്ലോക്ക് അങ്ങനെ പോകണം. ഓക്കെ, ഇവിടെ ഇങ്ങനെ വെക്കാം ഫുള്ള്. ഓക്കെ, അങ്ങനെ വെച്ച് കുറേ മുകളിലെത്തിയിട്ടുണ്ട്. 20 ലെവലങ്ങാണ്ട് വന്നെന്ന് തോന്നുന്നു. ഇനി താഴെ ഒരു ക്രീപ്പർ ഒന്ന് നോക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു നൈറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ തന്നെ കിടന്നുറങ്ങി. ഓക്കെ, ഈ സൈൻ ബോർഡ് എടുത്തിട്ട് താഴെ 4 വെക്കണം. ഒരെണ്ണം അവിടെ, ഒരെണ്ണം ഇപ്പുറത്ത്, ഇനി ഒരെണ്ണം ഇപ്പുറത്തെ സൈഡിൽ,
ആ ഇനി ഒരെണ്ണം കൂടി വെക്കുക. ഇനി ഇവിടെ വാട്ടർ ലോക്കാണ്. ഓക്കെ, വെള്ളം എടുത്തിട്ട് വരട്ടെ. അവിടെ ഞാൻ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, വെള്ളം എടുത്ത് വന്ന് ഇനി അവിടെ വാട്ടർ ലോക്ക് ചെയ്യാം. അവിടെ ഒന്ന് ഇനി ഒരെണ്ണം കൂടി എടുത്തിട്ട് ഇപ്പോഴത്തെ ഭാഗത്തും കൂടി ചെയ്ത് കഴിഞ്ഞ് ഇത് ഫുൾ ടൈം വെള്ളം കിട്ടും. നമുക്ക് ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സാവും. യെസ്, ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് എത്ര വേണമെങ്കിലും വെള്ളം ഒക്കെ എടുക്കാം. 2 ബക്കറ്റ് നിറച്ചിട്ട് നമുക്കിനി പിന്നെ നമുക്ക് മേലോട്ട് വെച്ച് പോകാം. ഓക്കെ, അതായിട്ടുണ്ട്. ഇനി മേലോട്ട് ഇങ്ങനെ വെക്കാം. ഓക്കെ, അതും കൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങനെ ഓരോ സൈഡിലേക്കും 4 സൈഡിലേക്കും ഇങ്ങനെ വെച്ച് ഇങ്ങനെ നീട്ടി പോവാം. ഓക്കെ, അത് ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെ കുറേ വെച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ ബോർഡർ വെക്കണം. ഇവിടെ ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിങ്ങനെ ഫുള്ള് അതായിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും കൂടി അങ്ങോട്ടേക്ക് നീട്ടണം. എന്നിട്ട് അതിന് ബോർഡർ വെക്കണം. ഓക്കെ, ഇനി എവിടെയും കൂടി ബോർഡർ വെക്കാം. ഇനി അവിടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഒരെണ്ണം അധികമായിപ്പോയി, പൊട്ടിക്കാം. ഇനി ഇവിടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളം എത്തേണ്ടതാണ്. ഇവിടെ ഒഴിച്ച് നോക്കാം. രണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ അങ്ങോട്ട് എത്തിയിട്ടില്ല. ഓക്കെ, 2 ബ്ലോക്ക് അധികം വെച്ചിട്ടുണ്ട്. അത് ഇനി മാറ്റി ഇങ്ങോട്ട് വെക്കണം. ഓക്കെ, ഈ വെള്ളം ഇങ്ങോട്ട് തിരിച്ചെടുക്കുക. എന്നിട്ട് 2 ബ്ലോക്ക് ഇപ്പോൾ മാറ്റി വെക്കാം. നൈറ്റായി, ഒന്ന് ഉറങ്ങട്ടെ, അല്ലെങ്കിൽ സോംബീസ് വരും. ഓക്കെ, ഇനി വെള്ളം എടുത്തിട്ട് രണ്ടാമത് ഒന്നും കൂടി ഇവിടെ വെള്ളം വെക്കുക. കറക്റ്റായിരിക്കും. യെസ്, കറക്റ്റാണ്. ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ റെഡി. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ബ്ലോക്കും കൂടി ഹൈറ്റ് വെക്കണം. പിന്നെ ഈ ബാക്കിയുള്ള എക്സ്ട്രാ വന്ന സാധനം പൊട്ടിച്ച് കളയാം. ഒക്കെ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് കൂട്ടട്ടെ. ഇത് ഫുള്ള് എല്ലാ ഭാഗത്തും ഇങ്ങനെ 2 ഹൈറ്റ് വെക്കണം. ഓക്കെ, ഇതും കൂടി ആയാൽ അതായി. ഓക്കെ, ഇനി ഇതേപോലെ 4 ഭാഗത്തും ചെയ്യണം. ഓക്കെ, അത് ഞാൻ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അതായിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം അപ്പുറം ഇപ്പുറമായിട്ട് കണക്ട് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിന് നേരെ ലെവൽ വീട്ടിൽ ഒന്നും കൂടി വേണം. ഇതും കൂടി വെച്ചിട്ട് ഇതങ്ങോട്ട് ജോയിൻ്റ് ചെയ്യാം. ഇതങ്ങോട്ട് ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാവും. ഓക്കെ, ഈ ഒരു ഭാഗം ജോയിൻ്റ് ആയിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗം ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെ എല്ലാ ഭാഗം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ബ്ലോക്കും കൂടി ഹൈറ്റ് കൂട്ടാം. 2 കൂട്ടണം. പിന്നെ ഈ പ്ലാറ്റ്ഫോം മുഴുവൻ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തിട്ട് ബോർഡറും കൂടി 2 വരിയാക്കണം. ഓക്കെ, അത് ഞാൻ ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെ അതും ചെയ്തിട്ടുണ്ട്. ഇത്രയും ആയിട്ടുണ്ട്. ഇനി ചെയ്യുന്ന റൂഫ് വെക്കലാണ്. റൂഫ് വെക്കണം. പിന്നെ കുറേ ഫുള്ള് ട്രാപ്പ് ഡോർ വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യണം. ഓക്കെ, അത് ഈ എപ്പിസോഡ് ചെയ്താൽ തീരില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ ബൈ.